ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് കുക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് തന്നെ പ്രഷർ കുക്കർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പോർക്ക് റോസ്റ്റ് തയ്യാറാക്കി എടുക്കേണ്ടതെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പോർക്ക് പുരട്ടിയത്, പോർക്ക് പെരളൻ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. അതിനാവശ്യമായിട്ട് ഞാനിപ്പോൾ 1 കിലോ പോർക്ക് നന്നായിട്ട് വിനീഗറിലിട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്. ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് നമ്മളിതിന് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്നത്. 3-4 പച്ചമുളക് നന്നായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം നമ്മൾക്കൊരു 1/2 ടീസ്പൂൺ കടുക് അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ട് നമ്മളെടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യമേ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സവോള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കും. പെട്ടെന്ന് ടൈം ഇല്ലാതിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രോസൺ കറിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇടാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ സവാളയൊക്കെ കരിഞ്ഞു പോകും. ഇനി അതിനുശേഷം ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കപ്പയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നതിടം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇനി എത്ര മസാല വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കുറച്ച് കുറവ് ആയിട്ട് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഞാനിപ്പോൾ കപ്പയ്ക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് ഏതാണ്ട് ഈ ഒരു അളവിലാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നല്ലൊരു ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുളകൊക്കെ ചേർത്ത് കൊടുത്തത്. ഇത്രയും ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ കളറൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നെയ്യോട് കൂടിയിട്ടുള്ള 1/2 കിലോ പോർക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പുരണ്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസുകളിലേക്കും മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ നമുക്ക് വിസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്നായിട്ട് എടുക്കുന്നവർക്ക് ഒരു 7-8 വിസിൽ വരെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഞാനിപ്പോൾ ഒരു 4-5 വിസിൽ വന്നതിന് ശേഷം ഇത് കുക്കറിൽ തന്നെ കുറച്ച് നേരം ഒരു 20 മിനിറ്റ്സ് ഒക്കെ നമ്മൾ വെക്കും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4-5 വിസിൽ വന്നതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇതിനുള്ളിൽ വെള്ളം ഈ പോർക്കിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഈ കുക്കറിൻ്റെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4-5 വിസിലും കൂടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അത് നമ്മൾ പോർക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പോർക്കിൽ തന്നെ ഒരു വെള്ളം ഉണ്ടായിരിക്കും. അതല്ല നമ്മൾ പാക്ഡ് ആയിട്ടുള്ള പോർക്കാണ് വാങ്ങുന്നത്, ഇപ്പോൾ ലോയിൻ സ്റ്റീക്ക് പോലത്തെയൊക്കെ സാധനം ചെറിയൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം അത് ഓൾറെഡി നമുക്ക് സ്ലൈസ് ചെയ്ത് നല്ല വൃത്തിയാക്കി അതിൽ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടായിരിക്കും നമുക്ക് ഓൾറെഡി കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതല്ല നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്നത് പോലെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോർക്കിൽ തന്നെ ഒരു വെള്ളമുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇറങ്ങി വരും. നാടൻ പോർക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ നാട്ടിൽ ഇങ്ങനെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പോർക്കിൽ തന്നെ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു 8 വിസിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ 4 വിസിൽ വന്നതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി ഒന്ന് നോക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റൊക്കെ ആ ആവിയിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ഇതിൽ തന്നെ ആവിയിൽ തന്നെ വെന്ത് നമ്മുടെ പോർക്ക് റെഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഉപ്പൊക്കെ നമുക്ക് ആ ഇടയ്ക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഉപ്പൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോർക്കിൻ്റെ ആ പീസസിലേക്കൊന്നും പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം കുക്കറി വേവിക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് കപ്പയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതേപോലെ തന്നെ കപ്പയായിട്ടൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോർക്ക് കപ്പ ബിരിയാണിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. വേറെ എക്സ്ട്രാ മസാല ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതുണ്ടാവില്ല. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം.